എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ LBSൻ്റെ MCA എക്സാമാണ് നാളെ നടക്കാൻ പോകുന്നത്. നാളെ എന്ന് പറയുമ്പോൾ 27/6/2026. അപ്പോൾ എല്ലാവരും എക്സാമിന് പഠിച്ച് റെഡി ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ ഏകദേശം ഒരു മാസത്തോളമായിട്ട് നമ്മുടെ ഈ ചാനലിൽ ക്ലാസ്സുകൾ ഇടുന്നുണ്ട്. ഫസ്റ്റ് നമ്മുടെ വീഡിയോ ജൂൺ 1 തുടങ്ങിയതായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇന്ന് ലൈവ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് 7 മണിക്ക് മറ്റൊരു ലൈവും കൂടി ഉണ്ട്. അതായത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു റിവിഷൻ പോലെ, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളുടെയൊക്കെ ഒരു റിവിഷൻ പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതി, അതായത് എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് സജഷൻസ് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എക്സാമിൻ്റെ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഈ കരണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ഇപ്പോൾ ടോപ്പിക്സ് നോക്കിയിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് സിലബസ് നോക്കി പഠിച്ചിട്ടോ ഒരു കാര്യമില്ല. കാരണം അങ്ങനെ പഠിക്കാനുള്ള നേരമില്ല. അതൊക്കെ നമ്മൾ മുന്നേ ചിന്തിക്കേണ്ടായിരുന്നു. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്തു അല്ലെങ്കിൽ ഇതുവരെ എന്തൊക്കെ ചെയ്തു അതിനെ എങ്ങനെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യം. അപ്പോൾ പ്രസൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാം എഴുതുന്നത് എന്ന് പറയുന്നത് തന്നെ ഒരു നല്ലൊരു പ്രസൻറ്റേഷൻ. നമുക്ക് OMRലാണ് എക്സാം എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് OMR കറക്റ്റ് ഫില്ല് ചെയ്യുക എന്നുള്ളത്. നമ്മളിപ്പോൾ എത്ര അറിയുന്ന ആളാണെങ്കിൽ, എത്ര എക്സാം എഴുതി പരിചയമുള്ള ആളാണെങ്കിൽ കൂടി ഒരു നേരത്തെ ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് കൊണ്ടാണ് നമ്മുടെ ആ ഒരു OMRൽ ചെറിയൊരു പ്രശ്നം വരുമ്പോഴാണ് നമ്മുടെ ആ എക്സാം, എൻ്റെയർ എക്സാം നമ്മൾ ഇപ്പോൾ മുഴുവൻ പഠിച്ചു, മാസങ്ങളോളം ഇരുന്ന് LBSൻ്റെ MCA എക്സാമിന് വേണ്ടി പഠിച്ച ഒരാൾ ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ ആ എക്സാം അയാൾ എന്തെങ്കിലും ഡിസ്ക്വാളിഫൈ ചെയ്യും. ഓക്കെ, അയാൾക്ക് ആ എക്സാം പിന്നെ അയാൾ ആ OMRൽ ബാക്കി ആൻസർ ചെയ്തു എന്ന് വിചാരിച്ചിട്ടും ഒരു കാര്യമില്ല. കാരണം എന്താണ്, അയാൾ ഓൾറെഡി ഫില്ല് ചെയ്യേണ്ട മെയിൻ സാധനം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ പോയി, നമുക്കത് മാറ്റി കിട്ടാനോ അങ്ങനത്തെ ഒരു ഓപ്ഷനും ഇല്ല. റയറസ്റ്റ് ഓഫ് ദ റയർ കേസിലാണ് നിങ്ങൾക്ക് OMR ഷീറ്റ് മാറ്റി തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അതേ കോഡുള്ള ഒരാൾ അന്ന് ആബ്സെൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ എക്സാം എഴുതുന്നില്ലെങ്കിലാണ് നമുക്ക് ആ ഒരു കോഡ്, അത് അത്രയും റിക്വസ്റ്റ് ചെയ്ത് അത്രയും സ്പെഷ്യൽ പെർമിഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ ഒരു OMR ഷീറ്റ് രണ്ടാമത് കിട്ടുന്നുള്ളൂ. അപ്പോൾ അത്തരം റിസ്കിലേക്ക്, അത്തരം പ്രശ്നങ്ങളിലേക്ക് പോരുത്. നമുക്ക് ആകെ 2 അവറേ ഉള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിലേക്ക് പോവാതിരിക്കുന്നതിനാണ് നല്ലത്. അപ്പോൾ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നമ്മുടെ എക്സാമിൻ്റെ ടോപ്പിക്സ്. അപ്പോൾ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നോക്കാതെ അതിനപ്പുറത്ത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നോക്ക്. അതായത് നമുക്ക് കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് 50ഓളം ക്വസ്റ്റ്യൻസ്, മാത്സ് ആൻഡ് സ്റ്റാറ്റിയിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ ലോജിക്കൽ എബിലിറ്റിയിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷ് 15, GK 5, ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇതിൽ വിചാരിക്കും CS നിന്ന് 50, അതുപോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ പറയും മാത്സിൽ നിന്നും 50. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കണം, മാത്സിൽ നിന്ന് 25ഉം മറ്റേത് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇതെന്തിനാണ് പറഞ്ഞത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇനി ടോട്ടൽ ക്വസ്റ്റ്യൻസ് 120 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ കയ്യിലുള്ളത് എത്ര ഉണ്ട്? 120 മിനിറ്റ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണ്. ശ്രദ്ധിക്കണം, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇത്തരത്തിൽ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടുന്നത് ഏറ്റവും അഡ്വാൻറ്റേജാണ്. അതായത് ഒരു എക്സാമിന് നെഗറ്റീവ് മാർക്ക്, മോസ്റ്റ് ഓഫ് ദ കേസ് എക്സാമുകൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇപ്പോഴത്തെ ഒരു ഇതിലുണ്ട്. പക്ഷേ LBSന് ഇതുവരെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നിങ്ങൾ നാളെ എഴുതാൻ പോകുന്ന എക്സാമിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അതായത് നമ്മുടെ നോട്ടിഫിക്കേഷനിലൊക്കെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോ ക്വസ്റ്റിനും 1 മാർക്കാണ്. ടോട്ടൽ 120 മാർക്കാണ്. 120 മിനിറ്റാണ് ടൈമുള്ളത്. 120 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റിന് 1 മിനിറ്റ്, അതല്ലേ മൈൻഡിൽ വരാം. 120 ക്വസ്റ്റ്യൻ ഉണ്ട്, 120 മിനിറ്റ് ഉണ്ട്. പക്ഷേ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യരുത്. ഒരു ക്വസ്റ്റിന് 1 മിനിറ്റ് അല്ല. നമുക്കറിയാം 1 മിനിറ്റിൽ കൂടുതൽ സമയം കൊണ്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും വളരെ കുറഞ്ഞ സെക്കൻഡുകൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും നമുക്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. മോഡ് ഓഫ് ക്വസ്റ്റ്യൻ എന്നൊരു ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, മൾട്ടിപ്പിൾ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതിൽ വേറെ കാര്യങ്ങളൊന്നും നോക്കണ്ട. ഡീറ്റെയിൽഡ് സിലബസും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നിങ്ങളിപ്പോൾ നോക്കിയിട്ടും കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ മുന്നേ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. ഓക്കെ, നിലവിൽ എന്താണ് ചെയ്തത് അവിടെ നമ്മൾ ചെയ്ത് വെച്ച് ഇത്രയും കാര്യം അത് അത്രയും ബെസ്റ്റായിട്ട് നാളെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് നോക്കാം, നിങ്ങൾക്ക് ജസ്റ്റ് കാര്യങ്ങൾ നോക്കാം. അതിൻ്റെ അപ്പുറത്ത് എനിക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഏതാദ്യം ചെയ്യണം, അല്ലെങ്കിൽ ഏത് പാർട്ട് ആദ്യം ചെയ്യണം. ചിലവർ നോർമലായിട്ട് പണ്ട് മുതലേ ശീലിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു, 1 മുതൽ 100 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 120 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 to ആ ഓർഡറിന് തന്നെ പോകുന്നു. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ കേസ് നമുക്ക് ഫസ്റ്റ് വരിക CS ക്വസ്റ്റ്യൻ ആയിരിക്കാം. CS ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫസ്റ്റ് വരിക. അതിനുശേഷം മാത്സ്, ലോജിക്കൽ ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷ്, ലാസ്റ്റിലേക്ക് GK, അങ്ങനെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ
നോർമലി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ആ ഓർഡർ തന്നെ ചെയ്തു പോവുക ചെയ്യുക. പ്രത്യേകിച്ച് OMRൻ്റെ കേസിൽ നിങ്ങൾ ഓർഡർ മാറ്റിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് ഓരോ വിരലും വെച്ചിട്ട് നമ്മുടെ കറപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ എന്ത് ചെയ്യുന്നത് ബബിൾ ചെയ്യുന്ന സാധനം കറക്റ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പറിന് നേരെയാണോ എന്നുള്ള സാധനം എപ്പോഴും ഓർക്കണേ. അതായത് ഏത് സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്താലും ഫസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് മാത്സ് ചെയ്യുന്നു, ഫസ്റ്റ് GK ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കമ്പ്യൂട്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട് മുകളിൽ ഓപ്ഷൻസ് ഉണ്ട്, ഓരോ സ്ലൈഡിലേക്ക് നിങ്ങൾക്ക് മാറാനുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഒരു OMRൻ്റെ കേസിൽ നിങ്ങൾ എവിടെയാണോ മാർക്ക് ചെയ്യുന്നത്, സപ്പോസ് നിങ്ങൾക്ക് 51th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാത്സ് ആയിരുന്നു, നിങ്ങളത് അറിയാണ്ട് 50യിൽ ചെയ്താൽ, അതായത് 50 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യന് നേരെയുള്ള ABCDയിൽ കൊണ്ട് കറപ്പിച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ആ 50 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്, 51 നിങ്ങൾക്ക് അറിയുന്നതാണ്, 2 ക്വസ്റ്റ്യൻ പോയില്ലേ. അതായത് ഒന്നാമത് ആ 50ാമത് ക്വസ്റ്റ്യൻ CSൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കാം, 50 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 50ാമത് ക്വസ്റ്റ്യൻ CSലെ ക്വസ്റ്റ്യൻ ആയിരിക്കാം. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താവും ചെയ്യാൻ പറ്റാതെയാവും. 51ാമത് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, റോങ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. വീണ്ടും നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ 51ാമത്തെ ക്വസ്റ്റ്യൻ 51ൽ വരെ എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എന്തായി, ബാലൻസ് ആയി പോയില്ലേ, ആ ചെയ്തതിന് എന്തായി, അപ്പുറത്ത് ഒരു മാർക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോവരുത്. ഓക്കെ, അതാണ് ആദ്യം ഒരു കാര്യം മെയിനായിട്ട് പറയാനുള്ളത്. ഇനി ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ OMRനെ പരിചയപ്പെടുക എന്നുള്ള കാര്യമാണ്. OMR ഷീറ്റ് കറക്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, ഇതൊരു ജസ്റ്റ് അതിൻ്റെ ഒരു നെറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ആരും അറിയുന്നുണ്ടാവും. പറ്റെങ്കിൽ OMRൻ്റെ ഷീറ്റ് ഡൗൺലോഡ് ചെയ്യുക. ഈ LBSൻ്റെ തന്നെ സെറ്റ് എക്സാമുകളുടെയൊക്കെ OMR ഷീറ്റ് ഉണ്ട്. LBSൻ്റെ MCAയുടെ തന്നെ ഉണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ ഏതാണെങ്കിലും. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിന് 2 സൈഡ് ഉണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഓക്കെ, അതിനിടയ്ക്ക് ഒരു ബാർകോഡും വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അവിടെ എന്താണുള്ളത്, റോൾ നമ്പറാണുള്ളത്. ഓക്കെ, റോൾ നമ്പറാണ്. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പറും ഉണ്ട്. അതിനുശേഷം നെയിം ഓഫ് എക്സാമിനേഷൻ ഉണ്ട്, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഉണ്ട്. വീണ്ടും റോൾ നമ്പർ ചോദിച്ചിട്ടുണ്ടാവും. ഓരോ OMR ഓരോ പോലെയാണ്. ഓരോ പോലെ എന്ന് പറഞ്ഞാൽ ബേസിക് കാര്യങ്ങൾ തന്നെയായിരിക്കും. ചിലപ്പോൾ എക്സ്ട്രാ നമ്മുടെ എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും. നെയിം ഓഫ് കാൻഡിഡേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള സിഗ്നേച്ചറും, അതുപോലെ തന്നെ ഇൻവിജിലേറ്ററിൻ്റെ സിഗ്നേച്ചറൊക്കെ ഉണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുക, കറപ്പിക്കാനുള്ളത്. കറപ്പിക്കുന്നതിൻ്റെ പാറ്റേൺ ഇപ്പോൾ ഇത് 60-60 ആണ്, അതായത് 60ൻ്റെ 2 ബോക്സ് ആക്കിയിട്ടാണ് മാറ്റിയത്. ചിലപ്പോൾ ഈ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഇതിലും കുറഞ്ഞ രീതിയിലായിരിക്കും, 25-25 അങ്ങനെ വരാം, 50-50-20 അങ്ങനെ വരാം. എനി കേസ് എന്തോ ആവട്ടെ, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് കൃത്യമായി പരിചയപ്പെടുക എന്നുള്ളതാണ്. ഓരോ ക്വസ്റ്റ്യൻ്റെ നേരെ ABCDയിൽ ഏതാണോ കറപ്പിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും, OMR അല്ലേ, അറിയുന്നതല്ലേ, കറപ്പിച്ചാൽ പോരെ. പക്ഷേ തെറ്റിച്ച എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഓവർ കോൺഫിഡൻസ് കാണിക്കരുത്. നമ്മൾ നേരെ പോയിട്ട് ആദ്യം എഴുതേണ്ടത് ഈ റോൾ നമ്പറാണ്. ഈ റോൾ നമ്പറിൽ എഴുതുമ്പോൾ ഈ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ കറക്റ്റാവും. ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ വെറുതെ എഴുതുക 1 2 3, ഇപ്പോൾ ഒരു 0 5 6, ഈ സാധനങ്ങളൊക്കെ എഴുതുമ്പോൾ കറക്റ്റാവും. അതിനെ താഴെ അതിനെ കറസ്പോണ്ടിങ് നമ്മൾ എന്ത് ചെയ്യണം, ബബിൾ ചെയ്യേണ്ട ഒരു കാര്യം വരുന്നുണ്ട്. ബബിൾ ചെയ്യുമ്പോൾ തെറ്റിക്കരുത്. അതായത് കറക്റ്റ് ആ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവുന്ന വരെ ബബിൾ ചെയ്യുക, പുറത്തേക്കും പോകരുത്, മറ്റുള്ളതിനെയും നമ്മൾ എന്ത് ചെയ്യരുത്, അതിന് ബാധിക്കരുത്. കാരണം ഇതെന്താണ്, എല്ലാ OMR കമ്പ്യൂട്ടർ റീഡിംഗ് ആണ്, ഈ ബാർകോഡാണ് റീഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ എഴുതാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ LBSൻ്റെ നമ്മുടെ ഹാൾ ടിക്കറ്റിൽ എന്തുണ്ട്, ഒരു അപ്ലിക്കേഷൻ നമ്പറും ഉണ്ട്, റോൾ നമ്പറും ഉണ്ട്. ഇത് രണ്ടും ഹാൾ ടിക്കറ്റിൻ്റെ താഴെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്ലിക്കേഷൻ നമ്പർ എഴുതരുത്, റോൾ നമ്പറിന് പകരം കൊണ്ടുപോയിട്ട് അപ്ലിക്കേഷൻ നമ്പർ എഴുതരുത്, തെറ്റിപ്പോവും. അത് എഴുതി കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞു എക്സാം. പിന്നെ നിങ്ങൾ എഴുതിയാലും എന്താണ്, എക്സാം എഴുതാം, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം, നിങ്ങൾക്ക് കാര്യങ്ങൾ എഴുതാം. പക്ഷേ എന്ത് ചെയ്യുക, അതെന്ത് ചെയ്യുക, അതിന് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങളവിടെ ഡിസ്ക്വാളിഫൈഡ് ആണ് എന്നുള്ള കാര്യം അപ്പം തന്നെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ അത്രയും വെയിറ്റ് ചെയ്ത് നമ്മൾ എഴുതുന്ന ഒരു എക്സാം ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യരുത്, നശിപ്പിക്കാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ റോൾ നമ്പർ കറക്റ്റ് എന്താണോ നോക്കുക, റോൾ നമ്പർ കറക്റ്റ് കൃത്യമായിട്ട് എഴുതുക എന്നുള്ളതാണ് റൂൾ നമ്പർ 1. അതിനുശേഷമാണ് നിങ്ങൾ എന്തു പഠിച്ചു, എത്ര പഠിച്ചു എന്നുള്ള ബാക്കി എല്ലാ ഫാക്ടറും അതിന് ശേഷം മാത്രമേ വരുന്നുള്ളൂ. ഇത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആരെയും ടെൻഷൻ എടുപ്പിക്കില്ല, ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം വരുന്നതാണ് നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഈ ഇത്രയും ഭാഗം നിങ്ങൾക്ക് പേരും കാര്യങ്ങളൊക്കെ എഴുതാം. അപ്പോൾ എങ്ങനെ കറപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ 2 വേർഷൻസ് ആയിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ 4 വേർഷൻ ഉണ്ടാവുക. 2 A B ആണ് ഉണ്ടാവില്ല, പേപ്പർ 1 പേപ്പർ 2 ഒക്കെ അങ്ങനെയാണ് ഉണ്ടാവുക. ശ്രദ്ധിക്കുക, 2 മണിക്കൂറാണ്, 120 മിനിറ്റ്. ഓരോ ക്വസ്റ്റിനും 1 മിനിറ്റ് എന്നുള്ളതാണ് നമ്മൾ പറയുമെങ്കിലും നമ്മുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നുള്ളത് നമ്മൾ മുന്നേ പ്ലാൻ ചെയ്യണം. ഒരിക്കലും എക്സാം ഹാളിൽ പോയിട്ട് ഓക്കെ ഈ ക്വസ്റ്റിന് ഞാൻ ഇത്ര എടുക്കാം, അല്ലെങ്കിൽ ഈ ക്വസ്റ്റിന് ഞാൻ ഇത്ര എടുക്കാം, ആ ഒരു സാധനം പ്ലാൻ ചെയ്യരുത്, മുന്നേ പ്ലാൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതെങ്ങനെ കറപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് നമ്മളിതാവുന്നില്ല.
ജനറൽ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ നോക്കുക. അതിലും പ്രത്യേകിച്ചൊന്നുമില്ല, ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങൾ ഏത് പെന്ന് ഉപയോഗിക്കണം, ജെൽ ടൈപ്പ് പെന്നൊന്നും കൊണ്ടുപോകരുത്, ഈ രീതിയിലൊന്നും ചെയ്യരുത്. കറുപ്പിക്കൽ ഇതൊന്നും പറഞ്ഞ് ബോറടക്കുന്നില്ല. പക്ഷേ പറയാതെ നമുക്ക് അറിയണ കാര്യങ്ങളാണെങ്കിൽ കൂടി ഇത് ഏറ്റവും ആളുകൾ തെറ്റിച്ച സാധനമായതുകൊണ്ടാണ് വീണ്ടും 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 പറയുന്നത്. നമ്മൾ എത്ര പഠിച്ചു, എന്ത് പഠിച്ചു, എത്ര കാലം പഠിച്ചു, എത്ര ടൈം സ്പെൻഡ് ചെയ്തു, ഒന്നുമല്ല. ഒരു മൈക്രോ സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് എല്ലാം നഷ്ടമാവുക എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം. എൻട്രൻസ് എക്സാമിൻ്റെ ഡീറ്റെയിൽസാണ്, 2 മണിക്കൂർ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ഓക്കെ, മനസ്സിലാക്കുക. 50 ക്വസ്റ്റ്യൻസ് CS നിന്നാണ്, 25 ക്വസ്റ്റ്യൻസ് ആണ് മാത്സിൽ നിന്ന്. മറ്റേ 25 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോജിക്കൽ എബിലിറ്റിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡു ഓർ ഡൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 50 CS ക്വസ്റ്റ്യൻസാണ്. വെദർ നമുക്ക് ആ ആൻസർ അറിയുമോ അറിയില്ലേ, ആ ഒരൊറ്റ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് സൊല്യൂഷൻ ഉണ്ട്. അറിയില്ലെങ്കിൽ നമുക്ക് എന്താ, അറിയില്ല. അറിയുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഒരു CS ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് 1 മിനിറ്റ് വേണോ, 30 സെക്കൻഡ് വേണോ? ക്വസ്റ്റ്യൻസിൻ്റെ ലെങ്ത് അനുസരിച്ച് വിത്തിൻ 10 സെക്കൻഡ്സ് കൊണ്ട് ഞാൻ പറയാം, 10 സെക്കൻഡ് മതി നമുക്കൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, അതിൻ്റെ ആൻസർ കണ്ടെത്താൻ. കറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഫാക്ടറാണ്. അപ്പോൾ കറുപ്പിക്കുന്ന കേസിലേക്ക് വരുമ്പോൾ എന്തായാലും ഒരു 30 സെക്കൻഡ് എന്തായാലും എടുക്കും, 20 to 30 സെക്കൻഡ് എടുക്കും. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ടൈം കൂട്ടി ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം. മറ്റേ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്, CBT എക്സാം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ടിക്ക് ചെയ്താൽ മതി എന്നുള്ളൊരു കാര്യം, സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ കറുപ്പിക്കാൻ ഒരു ടൈം എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. 50 ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ ആദ്യം അപ്രോച്ച് ചെയ്യുക. 50 ക്വസ്റ്റ്യൻസ് ചെയ്യുക, CS 50 ക്വസ്റ്റ്യൻസ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ആലോചിക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ ഇക്വേഷൻസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. CS ക്വസ്റ്റ്യൻസ് ആണ്, ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്, നമ്മുടെ ഏരിയ ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അത് നോക്കുക, ആൻസർ ചെയ്യുക. ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് മാറ്റി വയ്ക്കുക. ആ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ലാസ്റ്റിലേക്ക് ടൈം ഉണ്ടെങ്കിൽ ചെയ്യാം. ഇവിടുത്തെ ഒരു നിങ്ങൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം. ബട്ട് നല്ലോണം ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ലാസ്റ്റിലേക്ക് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഓക്കെ ഐ എം ഗോയിങ് വിത്ത് ദിസ് ഓപ്ഷൻ എന്ന് വിചാരിച്ച് നമുക്ക് ആ മൈൻഡിലുള്ള സാധനം എന്താണ് ചെയ്യാം. 50 ക്വസ്റ്റ്യൻസ് ആദ്യം സോൾവ് ചെയ്യാം. വിത്തിൻ നമുക്കൊരു ക്വസ്റ്റ്യൻ ഒരു 30 സെക്കൻഡ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 20 to 25 മിനിറ്റ് മാക്സിമം എന്ന് പറയുന്നത് 20 to 25 മിനിറ്റിനുള്ളിൽ 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിയണം. ഓക്കെ, 50 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കഴിയണം. അപ്പോൾ ഈ പറഞ്ഞ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ ടൈമിനെ പ്ലാൻ ചെയ്യാം. വിത്തിൻ ഈ 25 മിനിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത സെഷനിലേക്ക് പോയിരിക്കണം, അടുത്ത കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾ അടുത്തയിലേക്ക് പോകുന്ന സമയത്ത് എന്തായാലും മാത്സ് ആയിരിക്കും വരിക. നിങ്ങൾക്ക് ആ മാത്സിനെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ജനറൽ നോളജ് ചെയ്യുക. അതും അടുത്തൊരു ഡു ഓർ ഡൈ ആണ്. കാരണം നമുക്ക് അറിയുമോ അറിയില്ല, അറിയുമെങ്കിൽ നമുക്ക് ഗോ വിത്ത് ദി ആൻസർ, അറിയില്ലെങ്കിൽ നമുക്ക് അറിയില്ല, അത്രയേ ഉള്ളൂ. അറിയാത്ത ഓപ്ഷൻസ് നമുക്കതിൽ കറക്കി കുത്തി ചെയ്യാൻ പറ്റുന്ന സാധനം. കറക്കി കുത്തൽ എങ്ങനെയാണ് വരുന്നത്, LBS എന്താണ്, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. 50 ക്വസ്റ്റ്യൻ ചെയ്തു, 5 ജനറൽ ക്വസ്റ്റ്യൻ ചെയ്തു. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത അപ്രോച്ച് ചെയ്യുന്നത്. ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എത്ര പഠിച്ചാലും ഓപ്ഷൻ കാണുമ്പോൾ അയ്യോ ഇതാണോ അല്ലെങ്കിൽ ഇതല്ലേ എന്നുള്ളൊരു സാധനം നമ്മളെ മൈൻഡിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ ആ സാധനം വരാതിരിക്കാൻ എപ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വായിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ഓപ്ഷൻസ് ഒന്ന് മറച്ച് പിടിച്ചിട്ട് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഫസ്റ്റ് എന്താണോ മൈൻഡിലേക്ക് വരുന്ന ആൻസർ ഗോ വിത്ത് ആ ഒരു ആൻസറിൻ്റെ കൂടെ പോവുക. അല്ലെങ്കിൽ നമുക്ക് അപ്പം കൺഫ്യൂഷൻ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും അത് വളരെ കോംപ്ലിക്കേഷനിലേക്കേ പോവുള്ളൂ. നമ്മളിങ്ങനെ ആലോചിച്ച് ശരി ഉത്തരം കിട്ടും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസിൽ ഈ എക്സാമിന് ഉണ്ടാകുന്നൊരു ടെൻഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ഇംഗ്ലീഷിൻ്റെ കേസിൽ ഈ ഒരു ഫാക്ടർ ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് ആ ഗ്രാമർ തെറ്റുമോ അല്ലെങ്കിൽ ഓപ്ഷൻ നോക്കുമ്പോൾ ഇത് ശരിയാണ് അത് ശരിയല്ല, ഓക്കെ ആ ഒരു സാധനം വരും. അപ്പോൾ എന്താണോ മനസ്സിൽ നമുക്ക് ആദ്യം വരുന്ന ആൻസർ അതിൻ്റെ കൂടെ അതല്ലെങ്കിൽ അത് ലോക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം ഇത് ടൈമിനുള്ളിൽ തീർക്കണം എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് പോയി കണ്ടുപിടിക്കാനുള്ള നേരമല്ല. അപ്പോൾ 50 ക്വസ്റ്റ്യൻ ചെയ്തു, 5 ക്വസ്റ്റ്യൻ ചെയ്തു, ഗ്രാമറും 15 ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 70 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് 70 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. എത്ര ടൈമിനുള്ള ഈ 70 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞാൽ 45 മിനിറ്റാണ്. അതായത് 75 ക്വസ്റ്റ്യൻ ഈ 45 മിനിറ്റ് കൊണ്ട് ചില്ലറ കാര്യമല്ല ചെയ്ത് തീർക്കണം. 45 മിനിറ്റ് കൊണ്ട് 75 ക്വസ്റ്റ്യൻ ചെയ്യാം. വീണ്ടും ആ 1 അവറിലെ ഫസ്റ്റ് 1 അവറിൽ നിങ്ങൾക്ക് എത്ര ഉണ്ട്, 15 മിനിറ്റും ഉണ്ട്. അടുത്ത അവറിലെ 60 മിനിറ്റ് ഉണ്ട്. ടോട്ടൽ 75 മിനിറ്റ്സ് നിങ്ങൾക്ക് എന്തുണ്ട്, ബാലൻസ് ഉണ്ട്. 45 മിനിറ്റിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആൻസർ കണ്ടുപിടിക്കാം. പക്ഷേ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ബബിൾ ചെയ്ത് തീർക്കാൻ ടൈം കിട്ടുമോ എന്നുള്ള കാര്യമാണ് അടുത്ത സംശയം. അപ്പോൾ 1 അവറിനുള്ളിൽ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം ആ ടൈം എടുക്കാം. മിനിമം നമ്മൾ എന്ത് ചെയ്യാം, 45 മിനിറ്റ് കൊണ്ടെങ്കിലും അത്
ചെയ്ത് തീർക്കുക. അപ്പോൾ ബാക്കി നമുക്ക് 75 മിനിറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഈ ടൈം വെച്ച് വെറുതെ കാൽക്കുലേഷൻസ് പറയല്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്, അത് നിങ്ങൾ മാനേജ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ മാത്സിലേക്ക് പോകുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലോജിക്കൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ചെയ്യുക. ലോജിക്കൽ എബിലിറ്റി ക്വാണ്ടിറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് ഗ്രാജുവേഷൻ ലെവലാണെങ്കിൽ കൂടി നമുക്കതൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ മാത്സിലേക്ക് പോകുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ചിലപ്പോൾ മാത്സിലെ അത്രയും ഇക്വേഷൻസും കാര്യങ്ങളൊന്നും വേണ്ടില്ല, ജസ്റ്റ് ലോജിക്കൽ തിങ്കിങ്ങും കാര്യങ്ങളും മതിയാവും. അതിനകത്ത് അത് സോൾവ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ചെയ്യാം. അപ്പോൾ അതായത് അത്രയും ടൈം എടുക്കേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏകദേശം നിങ്ങൾക്ക് ആ ഒരു ടൈമിനുള്ളിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഞാൻ പറഞ്ഞുതരാം, മാക്സിമം 1 മിനിറ്റിൻ്റെ താഴെ ഒക്കെ വെച്ച് അത് ചെയ്യാൻ ശ്രമിക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ചെയ്യാനുള്ളത് 25 ക്വസ്റ്റ്യൻസാണ്. അതായത് 25 മാത്സിലെ ക്വസ്റ്റ്യൻസ്. ഇപ്പം നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ 50 CS ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, 5 GK ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും, 15 ഇംഗ്ലീഷ് ചെയ്തിട്ടുണ്ടാവും. ടോട്ടൽ 70 ക്വസ്റ്റ്യൻസ് പ്ലസ് 25 ക്വസ്റ്റ്യൻസ്. 25 ക്വസ്റ്റ്യൻസ് നമ്മുടെ ലോജിക്കൽ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ടോട്ടൽ 95 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഒരു 1 അവർ ഒരു മണിക്കൂർ 15 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മളത് ചെയ്തിട്ടുണ്ട്. 1 മണിക്കൂർ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ശ്രമിക്കണം. അത്രയും ടൈമിനുള്ളിൽ നമ്മളത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സാധനം, കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ബാക്കി നിങ്ങൾക്ക് ഉള്ളത് എത്രയാണ്? 120-ൽ 25 ക്വസ്റ്റ്യൻ. ആ 25 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാത്സ് ആണ്. ആ മാത്സ് 25 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? ആ 25 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എത്ര ടൈമുണ്ട്? ബാലൻസ് എത്ര ടൈമുണ്ട്? ഒരു 30 to 45 മിനിറ്റ്സ് ഉണ്ട്. എത്രയുണ്ട്? 30 to 45 മിനിറ്റ്സ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 മിനിറ്റിൽ കൂടുതൽ കിട്ടും. അപ്പോൾ സപ്പോസ് മാത്സിൽ തന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് എന്ത് വേണ്ട? 1 മിനിറ്റ് വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് അതായത് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ ഉപയോഗിക്കാം. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലുള്ള ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ പാരഗ്രാഫ്, ഒരു വലിയ പാരഗ്രാഫ് തന്നിട്ട് 2ഉം 3ഉം സ്പ്ലിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് വായിച്ച് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യൻസിനെ ഹോൾഡ് ചെയ്യുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഇത് വായിക്കുക. അപ്പോൾ അതിനൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ ഒറ്റ വായിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 4 ഓപ്ഷൻ അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ടൈം കൺസ്യൂമിംഗ് ആണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യണം ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അത് ഓരോരുത്തരുടെ മൈൻഡ് അനുസരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ചെയ്തു പോവാം. കംപ്ലീറ്റ്ലി നിങ്ങളുടെ കയ്യിലാണ്. എക്സാം ഹാളിൽ പോയിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം ആലോചിച്ചിരിക്കരുത്. നമുക്ക് അതിനൊരു ടൈമില്ല. അതിന് മുന്നേ ഒരു 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഒന്നുമില്ല. എക്സാമിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ ഞാൻ അതിനെ അപ്രോച്ച് ചെയ്യും, എങ്ങനെ ഞാൻ ഇതുവരെ ചെയ്ത സാധനം ബെസ്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം ഒരു 90 ക്വസ്റ്റ്യൻസ് മാത്സ് തൊടാതെ തന്നെ ചെയ്യാം. ലോജിക്കൽ എബിലിറ്റിയിൽ മാത്സ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, മാക്സിമം ഒരു 90 ക്വസ്റ്റ്യൻസ്. അപ്പോൾ 120 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 120 മാർക്കിൽ നിങ്ങളൊരു 90, അതായത് ആ ക്വസ്റ്റ്യൻസ് അത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ ഹോൾഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. അതിനുശേഷം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് ബോണസാണ്. അപ്പോൾ ടൈമിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം. ചില ആൾക്കാർ മാത്സ് ആദ്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. മാത്സ് ആദ്യം ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല, മറ്റുള്ള ക്വസ്റ്റ്യൻസ് സ്പീഡ് ചെയ്യാമെന്നുള്ള ചിന്ത. പക്ഷേ മാത്സിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇതെന്ത് ചെയ്യും, നമ്മൾ കുരുങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ടൈം എക്സ്ട്രാ നമ്മളൊരു വരച്ച ബോണ്ടിൽ നിന്നിട്ടില്ലെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് മാത്സ് ഫസ്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ആദ്യം ആ റിസ്ക് കഴിഞ്ഞാൽ അത്രയും കഴിഞ്ഞില്ല എന്നൊരു കാര്യം കംപ്ലീറ്റ് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യാം. മോസ്റ്റ് എന്താ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം നല്ല രീതിയിൽ എന്ത് ചെയ്യാം, എഴുതാം. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കുക, ആ കാര്യങ്ങൾ ചെയ്ത് നോക്കുക. എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ക്വസ്റ്റ്യൻ ചെയ്യുക. ആദ്യം പറയട്ടെ, റോൾ നമ്പർ തെറ്റിക്കരുത്. OMRൽ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റിക്കരുത്. ഇനി അഥവാ സപ്പോസ് അത്രയും കുറഞ്ഞ ഇതിൽ പറയാം, അത്രയും പെർസെൻറ്റേജ്, നിങ്ങൾ 1% പോലും അത് തെറ്റിക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കരുത്. എന്തെങ്കിലും ഉണ്ടായെങ്കിൽ ടെൻഷൻ ഉണ്ടാകരുത്. എന്ത് ചെയ്യുക, ഇൻവിജിലേറ്ററോട് കാര്യം പറയാം, ഇങ്ങനെ ഒരു സംഭവം പറ്റിയിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ നമ്മളെ ചെയ്യുന്ന രീതിയിലാണ്. നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമുകൾ, NCA കമ്പ്യൂട്ടർ സയൻസ് ബേസ്ഡ് എക്സാമുകളുടെ ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൈവ് ഇന്ന് 7 മണിക്കുണ്ട്, അതുകൂടിയും പറയട്ടെ. അപ്പോൾ താങ്ക് യു. ഞാനെന്നും പറയുന്ന പോലെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ, കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ. അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കൂടെ നിൽക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.